IPL 2025 രാജസ്ഥാൻ റോയൽസിന്റെ പ്രതീക്ഷയായ സഞ്ജു സാംസണിന് ഇതുവരെ ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചില്ലെന്ന് റിപ്പോർട്ട്. അടുത്തയാഴ്ച ലീഗ് മത്സരങ്ങൾ തുടങ്ങാനിരിക്കെ റോയൽസ് ക്യാമ്പിനെയും സഞ്ജുവിന്റെ ആരാധകരെയും ആശങ്കയിലാഴ്ത്തുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സഞ്ജുവിന് ഇതുവരെ രാജസ്ഥാൻ റോയൽസിനൊപ്പം ചേരാനായിട്ടില്ല. സഞ്ജു ബാറ്റിംഗ് ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായെങ്കിലും വിക്കറ്റ് കീപ്പർ ആകാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിട്ടില്ലെന്ന് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തു. ഇംഗ്ലണ്ടിനെതിരായ 5ാം T20 മത്സരത്തിൽ വിരലിന് ഒടിവ് സംഭവിച്ച് ഏതാനും ദിവസങ്ങൾക്കകം സഞ്ജു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ടീമിനെ തെരഞ്ഞെടുത്തപ്പോൾ സഞ്ജുവിനെ പരിഗണിച്ചിരുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിനും കളിക്കാനായില്ല. ബാറ്റ് ചെയ്യുന്നതിനിടെ ഇംഗ്ലണ്ട് പേസറുടെ പന്ത് തട്ടി വലതുകൈയിലെ ചൂണ്ടുവിരലിനാണ് പൊട്ടലുണ്ടായത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചുരുങ്ങിയത് 4 ആഴ്ച വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുണ്ടായി. IPLന് മുൻപ് കളിക്കളത്തിൽ തിരിച്ചെത്താനാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കീപ്പർ ഗ്ലൗസ് അണിയാൻ അനുമതി ഇല്ലാത്തതിനാൽ ആദ്യ മാച്ച് കളിക്കുന്ന കാര്യം സംശയത്തിലാണ്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ധ്രുവ് ജൂറലിനെ കളിപ്പിക്കാനാവുമെങ്കിലും ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ഓൾറൗണ്ട് പ്രകടനം സഞ്ജുവിന് കാഴ്ചവെക്കേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല എന്നതിനാൽ ഫോമിൽ തിരിച്ചെത്താൻ സഞ്ജുവും ആഗ്രഹിക്കുന്നു. ഓപ്പണറായി ക്രീസിലെത്തി വലിയ സ്കോറുകൾ നേടുകയും വിക്കറ്റിന് പിന്നിൽ തിളങ്ങുകയും ചെയ്താൽ മാത്രമാണ് ദേശീയ ടീമിൽ സഞ്ജുവിന് സ്ഥാനം ഉറപ്പിക്കാനാവൂ. ബംഗ്ലാദേശിനും ഇംഗ്ലണ്ടിനുമെതിരായ പരമ്പരയിൽ ഇന്ത്യയുടെ സ്ഥിരം കളിക്കാർ പങ്കെടുക്കുന്നില്ല. 2021 മുതൽ റോയൽസിനെ നയിക്കുന്ന സഞ്ജുവിനെ 2025 സീസണിലും ക്യാപ്റ്റനായി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. ഇത്തവണ മെഗാലേലത്തിന് മുൻപ് RR 18 കോടി രൂപയ്ക്ക് സഞ്ജുവിനെ നിലനിർത്തി. മാർച്ച് 23-ന് സൺറൈസേഴ്സ് ഹൈദരാബാദുമായാണ് സീസണിലെ ആദ്യ മത്സരം. ടൂർണമെന്റിലെ 2ാം മത്സരമാണിത്. അതേസമയം പരിക്ക് മൂലം പല താരങ്ങളുടെയും സാന്നിധ്യം ഇനിയും ഉറപ്പിക്കാനായിട്ടില്ല. ലക്നൗ സൂപ്പർ ജയൻസ് താരം മയങ്ക് യാദവിന് IPL 2025 ആദ്യ പകുതിയിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി. മെഗാലേലത്തിന് മുമ്പ് LSG 11 കോടി രൂപയ്ക്ക് നിലനിർത്തിയ താരമാണ് മയങ്ക്. ടീമിലെ മറ്റ് 2 പേസർമാരായ ആവേശ് ഖാനും മുഹസിൻ ഖാനും ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിന്റെ ജസ്പ്രീത് ബുംറയും പരിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിട്ടില്ല. കഴിഞ്ഞ ജനുവരി മുതൽ പുറംവേദന കാരണം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അദ്ദേഹം. IPLലെ ആദ്യത്തെ ഏതാനും മത്സരങ്ങൾ ബുംറയ്ക്ക് നഷ്ടമാവും. അതേസമയം ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി പരിക്കിൽ നിന്ന് പൂർണ്ണ മോചിതനായി ടീം ക്യാമ്പിൽ ചേരാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. താരത്തിന്റെ ഫിറ്റ്നസ് പരിശോധനകൾ പൂർത്തിയായതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ബംഗളൂരുവിലെ BCCIയുടെ സെന്റർ ഓഫ് എക്സലൻസിൽ 18.1 സ്കോറോടെ അദ്ദേഹം യോയോ ടെസ്റ്റ് പാസ്സായി. 2024-25 ബോർഡർ ഗവാസ്കർ പരമ്പരയിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടിയ നിതീഷ് സൈഡ് സ്ട്രെയിനിനെ തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ സ്വന്തം മൈതാനത്ത് നടക്കുന്ന അവസാന 3 T20 മത്സരങ്ങളിൽ നിന്ന് പുറത്തായിരുന്നു. 2024 IPLലെ മികച്ച പ്രകടനത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തത്. 15 മത്സരങ്ങളിൽ നിന്ന് 37.66 ശരാശരിയിൽ 303 റൺസ് നേടിയിരുന്നു. ഇതിൽ 2 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. ബൗളിംഗിൽ 51.00 ശരാശരിയിൽ 3 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി.